ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം സംഖ്യാപുസ്തകം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാണ്. 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയും മനുഷ്യൻ്റെ അവിശ്വസ്തതയും തമ്മിലുള്ള ശ്രദ്ധേയമായ വ്യത്യാസം അവതരിപ്പിക്കുന്നു. ഈ അധ്യായങ്ങൾ ദൈവം തൻ്റെ ഉടമ്പടി ജനത്തെ ബാഹ്യശാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നുവെന്നും എന്നാൽ അവർ ആന്തരിക വിട്ടുവീഴ്ചകൾക്കും പാപത്തിനും ഇരയാകാമെന്നും വെളിപ്പെടുത്തുന്നു. ബിലെയാം ഇസ്രായേലിന്മേൽ ഉച്ചരിച്ച അനുഗ്രഹങ്ങളിൽ നിന്ന് പേയോരിൽ നടന്ന വിഗ്രഹാരാധനയുടെയും അച്ചടക്ക ലംഘനത്തിൻ്റെയും ദാരുണ വീഴ്ചയിലേക്കാണ് ഈ വിവരണം നീങ്ങുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരം, വിശുദ്ധി, കൃപ, ഉടമ്പടിയോടുള്ള വിശ്വസ്തതയുടെ ആവശ്യകത എന്നിവയെക്കുറിച്ചുള്ള ആഴമുള്ള സത്യങ്ങൾ ഈ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 23-ാം അധ്യായം ദൈവം ശാപത്തെ അനുഗ്രഹമാക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മോവാബ് രാജാവായ ബാലാക്ക് മുന്നേറി വരുന്ന ഇസ്രായേലിയരെ ഭയപ്പെട്ടു. അതിനാൽ അവരെ ശപിക്കുവാൻ അവൻ ബിലെയാമിനെ നിയമിച്ചു. എന്നാൽ ബിലെയാം ഓരോ തവണയും ശപിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം അവൻ്റെ വായിൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ വെച്ചു. ഇസ്രായേൽ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ജനമാണെന്ന് ബിലെയാം പ്രഖ്യാപിച്ചു. മനുഷ്യ പദ്ധതികൾക്കും രാഷ്ട്രീയ ശക്തികൾക്കും ആത്മീയ തന്ത്രങ്ങൾക്കും ദൈവത്തിൻ്റെ ഉടമ്പടി ലക്ഷ്യങ്ങളെ മറിച്ചിടാൻ കഴിയില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ദൈവം കള്ളം പറയുന്ന മനുഷ്യനല്ല എന്ന ബിലെയാമിൻ്റെ പ്രസ്താവന ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെയും വാഗ്ദത്തങ്ങളുടെയും മാറ്റമില്ലാത്ത സ്വഭാവത്തെ ഊന്നി പറയുന്നു. അക്ഷരാർത്ഥത്തിൽ ദൈവം ബിലെയാമിൻ്റെ വാക്കുകളെ നിയന്ത്രിക്കുകയും അതീന്ദ്രിയ എതിർപ്പിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കുകയും ചെയ്തതായി ഈ അധ്യായം കാണിക്കുന്നു. ആത്മീയമായി മനുഷ്യരുടെ പദ്ധതികളാലോ ശത്രുവിൻ്റെ ആക്രമണങ്ങളാലോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ റദ്ദാക്കപ്പെടുകയില്ലെന്ന് വിശ്വാസികൾ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചതിനെ ഒടുവിൽ ശപിക്കാനാവില്ല. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ സുരക്ഷിതമാണെന്ന ഉറപ്പാണ് ഈ അധ്യായം നൽകുന്നത്. ലോകം വിശ്വാസികളെ എതിർക്കാം, ആത്മീയ പോരാട്ടങ്ങൾ യാഥാർത്ഥ്യമാകാം, എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ പരാജയപ്പെടുകയില്ല. ക്രിസ്തുവിലൂടെ ദൈവം ഒരാളെ നീതിമാനായി പ്രഖ്യാപിച്ചാൽ യാതൊരു കുറ്റാരോപണത്തിനും ആ വിധിയെ മാറ്റാൻ കഴിയില്ല. ദൈവശാസ്ത്രപരമായി ഈ അധ്യായം ദൈവത്തിൻ്റെ ഉടമ്പടി വിശ്വസ്തതയെ ഉയർത്തി കാണിക്കുന്നു. ഇസ്രായേലിൻ്റെ സുരക്ഷ അവരുടെ പൂർണ്ണതയെ അടിസ്ഥാനമാക്കിയല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. അതുപോലെ വിശ്വാസിയുടെ അന്തിമ സുരക്ഷ വ്യക്തിപരമായ യോഗ്യതയിലല്ല, ദൈവത്തിൻ്റെ കൃപയിലും വിശ്വസ്തതയിലുമാണ്. 24-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരമരാജാവിനെക്കുറിച്ചുള്ളതായ ദർശനം അവിടെ കാണുവാൻ കഴിയുന്നു. ബാലാക് ബിലെയാമിനെ വീണ്ടും ശപിക്കുവാൻ പ്രേരിപ്പിച്ചെങ്കിലും ദൈവം വീണ്ടും തൻ്റെ ജനത്തെ അനുഗ്രഹിക്കാൻ അവനെ നിർബന്ധിച്ചു. ബിലെയാം ഇസ്രായേലിൻ്റെ സൗന്ദര്യവും ശക്തിയും ഭാവിയിലെ സമൃദ്ധിയും വിവരിച്ചു. ഏറ്റവും പ്രധാനമായി ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ചുള്ളൊരു പ്രവചന ദർശനം ബിലെയാമിന് ലഭിച്ചു. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അക്ഷരാർത്ഥത്തിൽ ഈ പ്രവചനം ഇസ്രായേലിൽ നിന്ന് ഉയർന്നു വരികയും ജാതികളിന്മേൽ ആധിപത്യം നടത്തുകയും ചെയ്യുന്ന ഒരു ഭാവി ഭരണാധികാരിയെ സൂചിപ്പിക്കുന്നു. ആത്മീയമായും ദൈവശാസ്ത്രപരമായും ഈ പ്രവചനം ഒടുവിൽ മശിഹായായ യേശുക്രിസ്തുവിൽ നിറവേറിയതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നക്ഷത്രവും ചെങ്കോലും അവൻ്റെ രാജ്യത്വത്തെയും അധികാരത്തെയും വിജയത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇസ്രായേലിൻ്റെ തൽക്ഷണ സാഹചര്യങ്ങളെക്കാൾ വളരെ അപ്പുറത്തേക്കാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ വ്യാപിച്ചിരിക്കുന്നതെന്ന് ഈ അധ്യായം വെളിപ്പെടുത്തുന്നു. അവർ ഇപ്പോഴും മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ വരുന്ന രാജാവിനെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു. ഇന്നത്തെ വിശ്വാസികൾക്ക് ദൈവം ആരംഭം മുതൽ അവസാനം വരെ കാണുന്നവനാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാഹചര്യങ്ങൾ അനിശ്ചിതമാണെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി പൂർണ്ണ ഉദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഈ അധ്യായം ദൈവത്തിന് അപ്രതീക്ഷിത ഉപകരണങ്ങളെയും തൻ്റെ സത്യം പ്രഖ്യാപിക്കാൻ ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്നു. ബിലെയാം ഇസ്രായേലിൻ്റെ വിശ്വസ്ത പ്രവാചകൻ ആയിരുന്നില്ലെങ്കിലും മശിഹായെക്കുറിച്ചുള്ള പ്രത്യാശ പ്രഖ്യാപിക്കാൻ ദൈവം അവനെ ഉപയോഗിച്ചു. മനുഷ്യരുടെ ബലഹീനതകളാലോ അപൂർണതകളാലോ ദൈവത്തിൻ്റെ പരമാധികാരം പരിമിതപ്പെടുന്നില്ല. 25-ാമത്തെ അധ്യായം പേയോരിലെ ദുരന്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവം ഇസ്രായേലിനെ ബാഹ്യശാപങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും സംരക്ഷിച്ചതിന് ശേഷം അവർ ആന്തരിക പ്രലോഭനത്തിൽ വീണു. ഇസ്രായേൽ പുരുഷന്മാർ മോവാബ്യ മിദ്യാനിയ സ്ത്രീകളുമായി ബന്ധപ്പെട്ടു. ആ ബന്ധങ്ങൾ അവരെ ലൈംഗിക അച്ചടക്ക ലംഘനത്തിലേക്കും പേയോരിലെ ബാലിൻ്റെ ആരാധനയിലേക്കും നയിച്ചു. ബാലാക്കിനും ബിലെയാമിനും ശാപങ്ങളിലൂടെ സാധിക്കാത്തത് സാത്താൻ വിട്ടുവീഴ്ചയിലൂടെയും വശീകരണത്തിലൂടെയും സാധിച്ചെടുത്തു. വിഗ്രഹാരാധന ദൈവവും അവൻ്റെ ജനവും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തെ ലംഘിച്ചതിനാൽ ദൈവത്തിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. ഭയാനകമായ ഒരു ബാധ ജനത്തിനിടയിൽ പടർന്നു. ഈ പ്രതിസന്ധിക്കിടയിൽ
ഒരു ഇസ്രായേൽ പുരുഷൻ ഒരു മിദ്യാന്യ സ്ത്രീയെ പരസ്യമായി പാളയത്തിലേക്ക് കൊണ്ടുവന്നു. അതിന് മറുപടിയായി അഹ്റോൻ്റെ പേരക്കുട്ടിയായ ഫിനെഹാസ് ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുകയും കലാപം അവസാനിപ്പിക്കുകയും ചെയ്തു. അവൻ്റെ പ്രവർത്തനം ബാധയെ നിർത്തി. എങ്കിലും 24,000 പേർ മരിച്ചു. അക്ഷരാർത്ഥത്തിൽ മരുഭൂമി യാത്രയിലെ ഇസ്രായേലിൻ്റെ ഏറ്റവും ഗുരുതരമായ ഉടമ്പടി അവിശ്വസ്തതകളിലൊന്നാണ് ഈ സംഭവം. ആത്മീയ വിട്ടുവീഴ്ച പലപ്പോഴും ക്രമേണ ആരംഭിക്കുന്നുവെന്ന് ഇത് മുന്നറിയിപ്പ് നൽകുന്നു. ദൈവജനത്തിന് തുറന്ന എതിർപ്പുകളെ ചെറുക്കാൻ കഴിയുമെങ്കിലും സൂക്ഷ്മമായ പ്രലോഭനങ്ങളിൽ വീഴാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ധാർമ്മിക വിട്ടുവീഴ്ചയുടെയും സംസ്കാരത്തോടുള്ള അന്ധമായ അനുരൂപതയുടെയും വിഭജിക്കപ്പെട്ട വിശ്വസ്തതയുടെയും അപകടങ്ങളെക്കുറിച്ച് ഈ അധ്യായം ശക്തമായി സംസാരിക്കുന്നു. വിശ്വാസത്തിന് ഏറ്റവും വലിയ ഭീഷണി പലപ്പോഴും ബാഹ്യപീഡനമല്ല, പാപത്തോടുള്ള ആന്തരിക വിട്ടുവീഴ്ചയാണ്. ദൈവശാസ്ത്രപരമായി ദൈവത്തിൻ്റെ ന്യായവിധി അവൻ്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തുന്നു. ഫിനെഹാസിൻ്റെ തീഷ്ണതയെ ദൈവം അംഗീകരിച്ചത് തൻ്റെ ഉടമ്പടി ജനത്തിൻ്റെ വിശുദ്ധി സംരക്ഷിക്കാനുള്ള അവൻ്റെ പ്രതിബദ്ധതയെ കാണിക്കുന്നു. അതോടൊപ്പം ഈ അധ്യായം പാപത്തെ പൂർണ്ണമായി പരിഹരിക്കുകയും തൻ്റെ യാഗത്തിലൂടെ ദൈവവും മനുഷ്യരും തമ്മിലുള്ള അനുരഞ്ജനം ഉറപ്പാക്കുകയും ചെയ്ത ക്രിസ്തുവിലേക്കും വിരൽ ചൂണ്ടുന്നു. ഈ അധ്യായങ്ങളിലെ പ്രധാന ദൈവശാസ്ത്ര ചിന്തകൾ എല്ലാ സാഹചര്യങ്ങളുടെയും മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരം ഒന്നായി കാണുന്നു. രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും ശാപങ്ങൾക്കും ആത്മീയ ശക്തികൾക്കും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ തടയാൻ കഴിഞ്ഞില്ല. തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളുടെയും മേൽ ദൈവം ഇന്നും പരമാധികാരിയാണ്. രണ്ടാമതായി, ദൈവത്തിൻ്റെ ഉടമ്പടി വിശ്വസ്തതയെക്കുറിച്ച് ഇത് നമ്മളോട് സംസാരിക്കുന്നു. ദൈവം തൻ്റെ ഉടമ്പടി വാഗ്ദത്തങ്ങൾ നിമിത്തം ഇസ്രായേലിനെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. മനുഷ്യരുടെ ബലഹീനതയേക്കാൾ വലിയതായിരുന്നു അവൻ്റെ വിശ്വസ്തത. മൂന്നാമതായിട്ട്, ആത്മീയ വിട്ടുവീഴ്ചയുടെ അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേലിനെ പുറത്തുനിന്ന് പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല, പക്ഷേ ഉള്ളിൽ നിന്ന് അവർക്ക് ക്ഷതമേൽക്കുകയുണ്ടായി. ബൈബിൾ സത്യത്തിലും വിശുദ്ധിയിലും വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഇന്നും വിശ്വാസികൾ അതേ അപകടം നേരിടുന്നു. നാലാമതായി, വരുവാനുള്ള മശിഹായെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നു. നക്ഷത്രത്തെയും ചെങ്കോലിനെയും കുറിച്ചുള്ള ബെലയാമിൻ്റെ പ്രവചനം ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയെ പൂർത്തിയാക്കുന്ന പരമരാജാവായ യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അഞ്ചാമതായി, ഇത് ദൈവത്തിൻ്റെ വിശുദ്ധിയും നീതിയെയും കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവൻ്റെ വിശുദ്ധിയെ ഇല്ലാതാക്കുന്നില്ല. പാപത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ട്. ദൈവജനത്തെ വിശ്വസ്തമായ അനുസരണയിൽ ജീവിക്കാൻ വിളിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ആത്മീയ വിട്ടുവീഴ്ചയിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? എന്നേക്കും വാഴുന്ന നക്ഷത്രവും ചെങ്കോലുവുമായ ക്രിസ്തുവിനോടാണോ എൻ്റെ പൂർണ്ണ വിശ്വസ്തത? ഈ ചിന്തകളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.